ഹായ് വ്യൂവേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. അതായത് നോർമൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ സാധാരണ കടകളിലൊന്നും പോയി കിട്ടാണ്ട് നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുന്ന ടൈപ്പിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിതാക്കുന്നില്ല, ജസ്റ്റ് ഓരോന്ന് കാണിക്കാം. ഇതിൻ്റെയൊക്കെ സാമ്പിൾ പീസസ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊണ്ടുവന്നതാണ്, കുറച്ച് ദിവസമായി കൊണ്ടുവന്നിട്ട്. പക്ഷെ അത് ഇങ്ങനെ വീഡിയോ എടുക്കാനൊരു സമയം കിട്ടാത്ത കാരണമാണ് ഇപ്പോഴാണ് നമ്മൾ ഷോപ്പിൽ വന്ന് അതൊന്ന് ജസ്റ്റ് കാണിക്കാന്ന് വിചാരിക്കണേ. പിന്നെ കൂട്ടത്തിൽ കുറച്ച് പാൻസ് കാണിക്കുന്നുണ്ട്. പാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ 399 ആണ് ഇടുന്ന പാരലൽ പാൻസ് ആണ്. അപ്പൊ നമ്മൾ എല്ലാത്തുമ്പോഴും ഒരു ഓഫർ റേറ്റ് ഇട്ടിട്ടാണ് പാൻസ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കളക്ഷൻസ് കാണിച്ചാൽ കുറെ പേർക്കൊക്കെ ഇത് അറിയുണ്ടാവും. നമ്മുടെ കയ്യിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല, ഇതൊന്നും കുറച്ച് സാമ്പിൾ പീസസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ. ഒരു ഞാൻ സാമ്പിളിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ നമുക്കിവിടെ ഇച്ചിരി വലിയ ഓപ്പണിംഗ് ഒക്കെ ഉള്ള ഡ്രസ്സുകളാണെങ്കിൽ നമുക്കിവിടെ ഇത്തിരി തുറന്നിരിക്കുകയാണെങ്കിൽ അത് ഒന്നും കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. അതിൻ്റെ ഞാൻ കാണിക്കട്ടോ. ഇതാണ് കേട്ടോ. ഇതിൽ ഒരു പാക്കറ്റിൽ 3 കളറാണ്. ഒന്ന് ബ്ലാക്ക്, ഒന്ന് സ്കിൻ കളർ, ഒന്ന് വൈറ്റ്, അങ്ങനെ 3 കളേഴ്സ് ആയിട്ടുള്ള ഒരു പാക്കറ്റാണ് വരുന്നത്. അത് നമ്മുടെ ബീര അവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇപ്പുറത്ത് ബീമിക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവും. കണ്ട ഇങ്ങനെ ഒത്തിരി ഓപ്പൺ ആയിട്ടുള്ളതാണെങ്കിൽ ബീമ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാധനമാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 220 ആണ്. ഒരു പാക്കറ്റിൽ 3 എണ്ണമാണ്. അങ്ങനത്തെ 2-3 തരം പാക്കറ്റുകൾ ഉണ്ട്. എല്ലാത്തിലും ഇതുമാതിരി 3 കളേഴ്സ് ആണ്. ഇതൊരു ലേസ് ഒക്കെ വെച്ചിട്ടുള്ള ടൈപ്പാണ്. അപ്പൊ നമുക്ക് ഇത് പുറമേക്ക് കണ്ടാലും പ്രശ്നമൊന്നുമില്ല, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വൺ. പിന്നെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ നമുക്ക് കുനിയുമ്പോൾ ഇച്ചിരി ഇങ്ങനെ ഓപ്പൺ ആയി പോകുമ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ സ്ട്രൈപ്പ് നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നുള്ളൊരു ടൈപ്പ് സാധനം കേട്ടോ. അതിങ്ങനെ ഒരു പാക്കറ്റാണ്. ഇതിനകത്ത് ഒരു പാക്കറ്റിൽ കുറേ ഉണ്ട്. ഇതിങ്ങനെ എടുത്തിട്ട് 2 സൈഡിലും ഇതുപോലെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് പൊളിച്ചിട്ട് ആദ്യം നമ്മൾ ഇവിടെ ഒട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് മേലത്ത് പൊളിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് ഇതും ഒട്ടിച്ചാൽ അതവിടെ ഒട്ടിയിരിക്കും. പിന്നെ അതിങ്ങനെ നമുക്കിങ്ങനെ കുനിയുമ്പോഴൊന്നും അത് അങ്ങനെ വരില്ല. ഞാനൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, കുറേ പേർക്ക് അറിയണ കാര്യങ്ങളായിരിക്കും. ഒക്കെ നമുക്ക് ഭയങ്കര ചില സമയത്ത് നമുക്ക് ചില ഡ്രസ്സ് എത്ര ഇഷ്ടമുള്ള ഡ്രസ്സാണെങ്കിലും ഇങ്ങനെ ഇതാവുമ്പോൾ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഡ്രസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു പാക്കറ്റാണ്. ഇത് നമുക്ക് 125 റുപ്പീസാണ്. കുറേ ഉണ്ട് ഇതിനകത്ത്. ഈ സൈഡിൽ ഒട്ടിക്കണം, ഈ സൈഡിൽ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2 എടുത്താൽ മതി. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ മേലത്ത് ഒട്ടിക്കുക, മേലത്തെ സ്റ്റിക്കർ പൊളിച്ച് ആ ഡ്രസ്സും ഒട്ടിക്കുക, അത് അവിടെ അങ്ങനെ ഇരുന്നോളും. പിന്നെ അതിങ്ങനെ ഇണങ്ങൂല. അങ്ങനെ വരട്ടോ. ഇനല്ല ഇതിന്റെ വള്ളിയാണ് നിങ്ങൾക്ക് കാണാത്ത വിധത്തിലാക്കണ്ടെങ്കിൽ അവിടെ ഒട്ടിക്കുക. എവിടെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടിക്കുക കേട്ടോ. ഇതൊക്കെ സാമ്പിൾ പീസസ് ആണ്. നമുക്കിതിങ്ങനെ സാമ്പിൾ കാണിക്കാൻ തന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ ഇത് വരുന്നത് നമുക്കിപ്പോൾ ഇച്ചിരി ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ബ്രാൻഡൊക്കെ ഉള്ള വള്ളി ഇങ്ങനെ ഇടുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ നോർമൽ ബ്രാസ് തന്നെയാണെങ്കിലും ആ വള്ളീനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് താഴത്തേക്ക് മാറ്റാൻ പറ്റും. ഇപ്പം കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് നമുക്ക് നല്ലോണം ഒന്നെങ്കിൽ ഇവിടേക്ക് താഴത്തേക്ക് ഇറക്കി ഇടുക, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവിടേക്ക് ഇടുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ലെങ്ത് ഉള്ള ടൈപ്പിലുള്ള സ്ട്രൈപ്പാണ്. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനം കേട്ടോ. പിന്നെ ലോ ബാക്ക് ബ്രാസ് സ്ട്രാപ്പ് എന്നാണ് പറയുന്നത്. ഒരു പാക്കറ്റിൽ ഇതും ഇതുപോലെ തന്നെ 3 കളറാണ് വരുന്നത്. വൈറ്റ്, ബ്ലാക്ക്, സ്കിന്ന്. നല്ല ലെങ്ത് കിട്ടും. നന്നായി താഴത്തേക്ക് ഇറക്കാനോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ നല്ല ബാക്ക് ഓപ്പൺ വരുന്നതിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണത്. ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന് 225 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. നമ്മുടെ ബ്രാമ ജസ്റ്റ് കൊളുത്തിയിട്ട് ഇട്ടാൽ മതി. നിങ്ങൾക്കത് കൈ കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളത് സാധാരണ കുറെ പേരൊക്കെ യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഡർ ആണ് ഇത്. നമ്മുടെ സ്ട്രാപ്പുമ്മ നോർമൽ നമ്മൾ ഇടുന്ന ബ്രാ അതിന് ഒരു കേടുമില്ല. പക്ഷെ ഇച്ചിരി ടൈറ്റ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതുമ്മ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് കൊളുത്തിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത്തിലേക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇച്ചിരി ലൂസ് കിട്ടുമ്പോൾ ഇടുകയും ചെയ്യാം. അങ്ങനത്തെ എക്സ്റ്റെൻഡറുകളാണ് കേട്ടോ. ഇതിന് ഒരെണ്ണത്തിന് 45 രൂപയാണ് വില വരുന്നത്. ഇതും ഇതുപോലെ വൈറ്റ്, സ്കിന്ന്, ബ്ലാക്ക്, അങ്ങനെ കളേഴ്സ് ഉണ്ട്. ഇതൊന്നും നമുക്ക് ഇൻഡിവിജ്വലി ഷിപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഏതെങ്കിലും ഡ്രസ്സിന്റെ ഒക്കെ കൂടെ
എടുക്കുമ്പോൾ നമുക്ക് ഷിപ്പ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് ഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും കാലവും ഇല്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടിയും വരും. അത് നിങ്ങൾ ഏതെങ്കിലും ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഓക്കെ കേട്ടോ. അങ്ങനത്തെ പല കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ കുറെ പേർക്ക് അറിയുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, ഇവിടെ നമ്മുടെ ഇതിന്റെ സ്ട്രാപ്പ് നമുക്ക് ഭയങ്കര ചില ടീഷർട്ടുകളൊക്കെ ഇടുമ്പോൾ പുറത്തേക്ക് അതിന്റെ ഈ കൊളുത്തും അല്ല, ഈ കൊളുത്തല്ല, ഒരു കട്ടുള്ള ഭാഗമില്ല, അതൊക്കെ ഇങ്ങനെ കാണുകയാണെങ്കിൽ അപ്പൊ അത് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്കിന്നിൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കതിങ്ങനെ ജസ്റ്റ് അതിന്റെ സ്ട്രാപ്പ് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈസി ആയിട്ടിരിക്കും. പുറമേക്ക് അത് നമുക്ക് കാണാൻ പറ്റില്ല. ആ സ്ട്രാപ്പ് ജസ്റ്റ് രണ്ട് സൈഡിലേക്കും തുറന്നിട്ട് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. നല്ല സിമ്പിൾ ആയിട്ട്. പിന്നെ പുറമേക്ക് അതിന്റെ ആ ഒരു കൊളുത്തിന്റെ ഭാഗമൊന്നും കാണില്ല, നല്ല ഭംഗിയിൽ തന്നെ ഇരുന്നോളും. അപ്പൊ അതിന് വേണ്ടിട്ട് ഇതൊരു ലെതർ ടൈപ്പ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു കട്ടിക്കുള്ള ഒരു ടൈപ്പ് സാധനമാണ്. രണ്ടെണ്ണമാണ് വരുന്നത്, രണ്ട് സൈഡിലും വെക്കാൻ പാകത്തിന് കേട്ടോ. അങ്ങനത്തെ ഒരു സാധനം 175 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ, വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇടുമ്പോൾ നോർമൽ തുണികളുടെ കൂടെ ചില നമ്മുടെ ബ്രാസോ അല്ലെങ്കിൽ ഇന്നേഴ്സോ ഒന്നും ഇടാൻ നല്ല കോസ്റ്റ്ലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിനകത്ത് ഇട്ടിട്ട് വേണം വാഷിംഗ് മെഷീനിൽ ഇടാൻ എന്നാണ് പറയണത് അവര്. അപ്പൊ അതാവുമ്പോൾ നമുക്ക് നന്നായി അഴുക്ക് പോവുകയും ചെയ്യും. പക്ഷെ അതിങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെയൊക്കെ ഇലാസ്റ്റിക് വലിയ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തേന് വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ. ഇതിങ്ങനെയാ വരുന്നത്. ഇതിനകത്തേക്ക് ഇട്ടിട്ട് വാഷിംഗ് മെഷീനിൽ നമ്മൾ ജസ്റ്റ് മറ്റു തുണികൾ അലക്കാടുന്ന പോലെ ഇടാം. അപ്പൊ നമ്മുടെ ഇന്നേഴ്സ് ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു സാധനം. പിന്നെ വരുന്നത് നമുക്ക് നിപ്പിൾ കവറേജ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അതായത് നമുക്ക് ഇച്ചിരി ബ്രാസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴും നിപ്പിൾ ഇങ്ങനെ കാണുന്ന രീതിയിലാണെങ്കിൽ അതിനൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അത് ജസ്റ്റ് ഒട്ടിക്കാണ്. പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഫ്രണ്ടിലായിട്ട് നിപ്പിളിനെ കവർ ചെയ്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിപ്പിളിങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ളത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ളതാണ് കേട്ടോ. ഇത് 199 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ജസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ട് തോന്നില്ല പുറത്തേക്ക്. ചില ടീഷർട്ടുകളൊക്കെ ഇടുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് നൈസായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം വരിക. ചില ജോർജറ്റിന്റെ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതും അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് അതുപോലത്തെ അല്ല, ഇതൊരു പുഷപ്പ് എന്ന് പറയും. നമുക്ക് ഇതിങ്ങനെ ഒട്ടിക്കുന്നത് തന്നെയാണ്. ഇവിടെ നിന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് സാഗ് ചെയ്തിട്ടൊക്കെ കിടക്കുന്ന ബ്രാസ് ആണെങ്കിൽ നമുക്ക് അതിനൊരു പുഷപ്പ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതിന്റെയൊക്കെ സാമ്പിൾ ജസ്റ്റ് അവരെനിക്ക് തന്നപ്പോൾ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ പേര് അങ്ങനെ തന്നെയാണ്, സ്റ്റിക്കി പുഷപ്പ് എന്നാണ്. ഇച്ചിരി കോസ്റ്റ്ലി ആണ്. 225 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. രണ്ടെണ്ണമാണ്. ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ജസ്റ്റ് നമുക്ക് സാഗ് ചെയ്ത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പുഷപ്പ് ചെയ്ത് അങ്ങനെ ഇച്ചിരി ഭംഗിയിൽ നിന്നോളും. അതിനു വേണ്ടിയുള്ള സാധനമാണ്. ഇത് വരുന്നതും ജസ്റ്റ് സിലിക്കൺ പോലെ, ജസ്റ്റ് ചിലർക്ക് ഫോട്ടോഷൂട്ടുകൾ മോഡലൊക്കെ ഉള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ അത് ജസ്റ്റ് ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. അല്ല നമുക്കിതുപോലെ നിപ്പിൾ കവറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. 185 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതൊക്കെ നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് കേട്ടോ എല്ലാതും. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തരികയാണ് നിങ്ങൾക്ക്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ഇറക്കാം. നമ്മൾ ലേഡീസിന്റെ കളക്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കളക്ഷൻ ഇതൊന്ന് ഇടാമോന്ന് ഈ പറഞ്ഞ ഷോപ്പുകാർ തന്നെ നമ്മൾ എടുക്കുന്നിടത്തുനിന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി കൊണ്ടുവന്ന. ഇതെന്ന് പറയുന്നത് നമുക്ക് ടീഷർട്ട് അല്ലെങ്കിൽ നമ്മുടെ കുർത്തീസൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് വേർക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതങ്ങനെ ഒട്ടിക്കുന്ന സാധനമാണ്. ഇതിന് ഒരു പാക്കറ്റില് 10 പാഡാണ്. അതായത് ഞാനിത് പൊട്ടിക്കുന്നില്ല, ഇവിടെ ഇങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്യണം. അപ്പൊ അത് തന്നെ ഞാൻ കാണിക്കാത്തത്. ജസ്റ്റ് ഇതിങ്ങനെ ഇരിക്കും ഇതിന്റെ ഷേപ്പ്. ഇത് എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കാൻ പറ്റുന്നതാണ്. അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്രസ്സിലേക്ക് ഒട്ടും തന്നെ വേർപ്പിന്റെ അംശം വരില്ല. അപ്പൊ അങ്ങനെ ഒട്ടിക്കാനുള്ളത് ഒരെണ്ണം അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് അത് കളയണം. അങ്ങനെ 10 എണ്ണം ഉള്ള ഒരു പാക്കറ്റ് ആണ് കേട്ടോ അത്.
ചിലർക്ക് നമുക്ക് നല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുക. നല്ല ഡ്രസ്സുകളൊക്കെ ജോർജറ്റിലൊക്കെ ആണ് ഈ സാധാരണ ഈ പ്രശ്നം ഉണ്ടാവുന്നത്, നമ്മുടെ ടീഷർട്ടൊക്കെ ഇടുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഐറ്റം കേട്ടോ. അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഞാൻ ഇങ്ങനെ പുതിയതായിട്ട് കാണിക്കുന്നത്. പിന്നെ കാണിക്കാനുള്ളത് നമ്മുടെ കുറച്ച് ഫീഡിങ് ടോപ്പ്, അതായത് നൈറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ഫീഡിങ് ടോപ്സ് ഉണ്ട്, അത് കാണിക്കാം കേട്ടോ. അടുത്ത് വരുന്നത് നമുക്ക് നൈറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ഫീഡിങ് ആണ്. നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാണ്ട് സാധാരണ നമ്മൾ നൈറ്റ് ഡ്രസ്സുകളൊക്കെ ഇടില്ലേ, ആ ഒരു മോഡലിൽ തന്നെ വരുന്ന മെറ്റേണിറ്റി വെയർ ആണ് കേട്ടോ. രണ്ട് സൈഡിലും സിബൊക്കെ കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ല. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് XXL സൈസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ഒരു വലിപ്പം ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നല്ല ഇറക്കം കിട്ടും. നമുക്ക് ചിലർക്ക് നൈറ്റ് ഇടുന്നതിനോട് തീരെ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലിടാൻ പറ്റുകയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെ, ഈ മെറ്റീരിയൽ അടിപൊളി ക്ലോത്ത് ആണ്. നമുക്ക് എല്ലാം ബ്രാൻഡഡിൽ വരുന്നതാണിത്. ഇതെല്ലാം ബ്രാൻഡഡ് ആണ് സാധനം. എൻ്റെ ഒരു ടാഗൊക്കെ ഉണ്ടായിരുന്നു ഇതിന്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പുറത്തേക്കൊക്കെ ഇടാൻ അത്യാവശ്യം യൂസ് ചെയ്യാം. പിന്നെ രണ്ട് സൈഡിലും ഡോറീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 699 ആണ് കേട്ടോ. ഇതിന് നല്ല ലെങ്ത് ഉണ്ട്. ഇത് XXL സൈസ് ആണ്. ഇതിന്റെ എല്ലാ സൈസസും കാണും. അപ്പൊ മെറ്റേണിറ്റിക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നൈറ്റ് ഡ്രസ് പോലത്തെ കേട്ടോ. അതിന്റെ പോലെ തന്നെ വേറൊരു കളർ ഇത് വരുന്നത് ഇതാ ഇങ്ങനെ വരും. ഇതെന്റെ കയ്യിലുള്ളത് ഒരു L സൈസ് ആണ് കേട്ടോ. ഒരു ബ്ലാക്കില് ചെറിയ പൂക്കൾ ഡിസൈൻ പോലെ. ഇതും രണ്ട് സൈഡിലും ഹിഡൻ സിബായിട്ടുള്ള ഐറ്റം. നല്ല ക്ലോത്ത് ആണ് കേട്ടോ. നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. ഇവിടെ ചെറുതായിട്ടൊരു ഞൊറി പോലെ കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം. അപ്പൊ നമുക്ക് ഈ സമയത്തും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും ഇങ്ങനത്തെ മേടിച്ചിടാം. എന്നിട്ട് മെറ്റേണിറ്റി സമയത്തും നമുക്ക് ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഫീഡിങ്ങും മെറ്റേണിറ്റിയും കൂടിയുള്ള പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതും ഇതുപോലെ തന്നെ രണ്ട് സൈഡിൽ ഡോറീസ് ഒക്കെ കൊടുത്ത് ഇതങ്ങനെ വരും. നല്ല ക്ലോത്ത് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫ്ലോറിനിറ്റാന്നോ അങ്ങനെ എന്താണ്ട് നല്ല വിലയുള്ള സാധനമാണിത്. 699. ഇനി വരുന്നത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ഫീഡിങ്ങിൽ. ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് നമുക്ക് കൊണ്ടുവരാം കേട്ടോ. കാരണം നമ്മളിതിങ്ങനെ ഒരുപാട് ഐറ്റംസ് അങ്ങനെ എടുത്ത് വെക്കാറില്ല ഇങ്ങനത്തെ ഫീഡിങ്ങിന്റെ. നമുക്ക് ചോദിച്ചു വരുന്നേക്കാളും കൂടുതൽ നമ്മളിങ്ങനെ വീഡിയോ ഓൺലൈനായിട്ടാണല്ലോ ചെയ്യുന്നത്. അത് കാരണം നമ്മൾ സാധാരണ കുർത്തീസ് ആണ് ചെയ്യാറ്. ഇത് വരുന്നത് എങ്ങനെയാണ്, സാധാരണ ഫീഡിങ് ഇങ്ങനെ തുറക്കുന്നതിന് പകരം താഴെയാണ് അതിന്റെ സിബ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ തുറന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത് കേട്ടോ. രണ്ട് സൈഡിലും ഉണ്ട് സിബ്. ഇങ്ങനെയാണ്, ഹൊറിസോണ്ടലാണ്. ഇത് അതിന്റെ ടോപ്പ്. പിന്നെ സാധാരണ നമ്മൾ ബോട്ടം ഇങ്ങനെ വരുന്ന ഐറ്റം. ഇതും യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ് കേട്ടോ. മെറ്റീരിയൽ വൈസ് ഒന്നും പറയാനില്ല, അത്ര ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 799 ആണ് കേട്ടോ. ഇതിന്റെ ബോട്ടം എന്നത് ഇങ്ങനെ. ഇങ്ങനത്തെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മോഡൽ ആവശ്യമാണ്, നൈറ്റ് ഡ്രസ്സ് പോലെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എൻക്വയറിയിൽ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എടുത്തിട്ട് വരും ചെയ്യാം. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിലും നമുക്ക് എടുത്ത് തരാവുന്നതേ ഉള്ളൂ ഇതൊക്കെ കേട്ടോ. അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റിക്ക് നമ്മൾ അങ്ങനെ കൊണ്ടുവയ്ക്കുന്നില്ല. നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിക്ക് നമ്മളിവിടെ കൊണ്ടുവയ്ക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ ഇത് വരുന്നത് നോർമൽക്കാർക്കുള്ള നൈറ്റ് ഡ്രസ് ആണ് കേട്ടോ. ഇത്തിരി ലെങ്ത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ഇത് മാത്രം ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ചൂടൊക്കെ ഉള്ള സമയമാണെങ്കിൽ അത് മാത്രം യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഇടാം. നല്ല ലെങ്ത് ഉള്ള ഒരു ടോപ്പിന്റെ ലെങ്ത് വരും കണ്ടോ. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പിന്റെ ലെങ്ത് വരും ഇത്. നൈറ്റ് ഡ്രസ് ആയിട്ട് ഇതിന്റെയും എല്ലാ സൈസസും കാണും. ഇതിന്റെ പ്രൈസ് വരുന്നത് 599. ഇതൊക്കെ ഭയങ്കര കംഫർട്ടാണ് മെറ്റീരിയൽ. ഞാനത് പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഇച്ചിരി വയറായതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യൽ കുറവാണ്. അപ്പൊ അങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇത്. ഇതൊരു ബ്ലാക്കില് ഒരു ഗ്രീൻ ഡിസൈൻ ആണ് ഇതിൽ പോയിട്ടുള്ളത്. ആ ഒരു പാറ്റേണിൽ തന്നെ വരുന്ന വേറെ
എല്ലാ സൈസും ഉണ്ട്. നേരത്തെ കാണിച്ച എൻ്റെ കയ്യിലിരുന്ന എല്ലാം ആണ്. ഇത് 3XL ആണ് കേട്ടോ. വലിയ ഇത്തിരി ലൂസിലൊക്കെ ഇടണം എന്നുള്ളവർക്കാണെങ്കിൽ ഇത്തിരി ലൂസ് ടൈപ്പിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് 3XL ആണ് സൈസ്. നല്ല വലുപ്പമുണ്ട്. അടുത്തതാ ഇതെല്ലാം നൈറ്റ് ഡ്രസ്സുകൾ ലെങ്തി ആയിട്ടുള്ള ടൈപ്പ്. ഇതിന്റെ എല്ലാം പ്രൈസ് 599 ആണ് കേട്ടോ. അടുത്തത് വരുന്നത് വേറൊരു മോഡലാണ്. ഇതിന്റെ ടോപ്പും പിന്നെ ഷോർട്ട്സ് ആയിട്ടാണ്. ഇത്തിരി ലെങ്ത് കുറവുള്ള ടൈപ്പ്. ഷോർട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. ക്ലോത്ത് വൈസ് അടിപൊളിയാണ്. നമുക്ക് മുമ്പ് ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെയും നമുക്ക് അങ്ങനെ മേടിച്ച ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് പിന്നെയും നമുക്ക് എൻക്വയറീസ് വന്ന് ഇട്ടുള്ളത്. അപ്പൊ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ക്ലോത്ത് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 699 ആണ്. അത് ഷോർട്ട്സ് ആണ്. ഇത് വരുന്നത് 3/4 ആണ്. ഇങ്ങനെ നോർമൽ ടീഷർട്ടും 3/4. ഇതിന്റെ പ്രൈസ് വരുന്നതും 699 ആണ് കേട്ടോ. അങ്ങനെ വരും. 3/4 നൈറ്റ് ഡ്രസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്. ഇത് വരുന്നത് വലിയ സൈസാണ് കേട്ടോ. 4XL ആണ്. വലിയ ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ്. അല്ല നല്ല ലൂസായിട്ട് ഇടണം എന്നുള്ളവർക്കാണെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാം. ഇത് വരുന്നത് ഫുൾ ലെങ്ത് ആണ്. പാൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതും ബിഗ് സൈസിൽ വരുന്നതാണ് കേട്ടോ. ഗ്രീനും ഒരു ആഷും കൂടി വരുന്നത്. ഇതും ഫുൾ ലെങ്ത്തിൽ വരുന്നതാണ്. ഇത് 3XL ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള സൈസ്. എല്ലാത്തിനും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടൈപ്പാണ്. ഇതിന്റെ പ്രൈസ് 3XL 4XL വരുമ്പോൾ 799 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് പാൻസിന്റെ കളക്ഷൻ കാണാം. അടുത്ത് കാണിക്കുന്നത് പാരലൽ പാൻസ് ആണ്. നമുക്ക് പാരലൽ പാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് ആണ് കാണിക്കുന്നത്. ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം. ജസ്റ്റ് ഫ്രണ്ടില് ബാൻഡ് പോലെയാണ്. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടൈ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ. പുറകില് ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഞാൻ ആദ്യം കാണിക്കുന്നതെല്ലാം XL സൈസ് ആണ്. അപ്പൊ ഇതിന്റെ വെയിസ്റ്റ് വരുന്നത് ഇവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് 29 മുതൽ 34 വരെ, അതായത് നമ്മളിപ്പോ ജീൻസിന്റെ ഒക്കെ വേസ്റ്റ് നിങ്ങൾ അളക്കൂലേ, ആ ഒരു അളവില് കേട്ടോ. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ XL XXL. എന്നാലും ആദ്യമായിട്ട് മേടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് പറയണത്. 29, 34 ആ റേഞ്ച് വരെയാണ് XL യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിങ്ങനെ വലിയും ഇലാസ്റ്റിക് അതുമാതിരി തന്നെ അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇതിന്റെ ലെങ്ത് വരുന്നത് 37 മുതൽ 38 വരെയാണ്. അതെന്താ അങ്ങനെ ഒരു റേഞ്ച് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ചില ബ്രാൻഡുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. പലതും തയ്ക്കണേൽ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു റേഞ്ച് കണക്ക് പറയണത് കേട്ടോ. 37 മുതൽ 38 വരെയാണ് ഇതിന്റെ ലെങ്ത് കിട്ടുക. എക്സാക്ട് നമ്മളിപ്പോ ഇതിന് 38 ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് ഒരു 38 അല്ലെങ്കിൽ 37 വരെ ഉള്ളെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു റേഞ്ച് വൈസ് തന്നെ പറയുന്നത്. അത് ഓക്കെ ഉള്ളവർ വേണം എടുക്കാൻ. ഇത് നോർമൽ പാൻറ് പോലെയല്ല, നല്ല ലൂസാണ്. നല്ല പ്യോർ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. രണ്ട് സൈഡിലും നല്ല പോക്കറ്റ് ഉണ്ട്. നമ്മൾ ഈ ടീച്ചേഴ്സിനാണെങ്കിലും ഓഫീസ് വെയർ ഒക്കെ ആണെങ്കിലും ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് നല്ല കംഫർട്ടായിരിക്കും. കാരണം നമുക്ക് അങ്ങനെ പിടുത്തൊന്നും വരില്ല. നമ്മൾ ഈ പാരലൽ പാൻറ് അല്ലെങ്കിൽ ആ ഒരു ക്ലോത്ത് അല്ല, പക്ക കോട്ടൺ മെറ്റീരിയലിൽ നമ്മൾ സാധാരണ നല്ല ഇച്ചിരി വിഡ്ത്തിൽ തയ്ക്കുന്ന ആ ഒരു ലെവലിൽ വരുന്നതാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നമുക്ക് നല്ല വിഡ്ത്ത് കിട്ടും നിങ്ങൾക്ക്. പിന്നെ കോട്ടൺ ആയതുകൊണ്ട് പിന്നെ അതിൽ കൂടുതൽ വലിയില്ല. പ്യോർ കോട്ടൺ ആണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് റെഡ് കളറാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 399 ആണ്. സാധാരണ നമ്മൾ സിംഗിൾ പീസ് എടുക്കുമ്പോൾ പാൻസിന്റെ കേസിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. അതിപ്പോൾ DTDC ആണെങ്കിലും പോസ്റ്റലാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു. നമ്മളിതൊരു ഓഫറിൽ കൊണ്ടുവന്നേക്കാണ് ഇപ്രാവശ്യം
സിംഗിൾ പീസ് എടുത്താലും നിങ്ങൾക്ക് 399 എടുക്കാം. വേറെ ഷിപ്പിംഗ് ചാർജ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല സിംഗിൾ പീസ് ആണെങ്കിൽ. ഇനി നിങ്ങൾക്ക് 2 എണ്ണമാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് 798 ആണ് വരുന്നത്. അതിൽ നമുക്ക് DTDC വഴി ഫ്രീ ഷിപ്പിംഗ് ആണ്. അതിന് വേറെ ഷിപ്പിംഗ് ചാർജ് തരണ്ട. പോസ്റ്റിലാണെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് 2 എണ്ണം എടുക്കുകയാണെങ്കിൽ 750 രൂപയാണ് വരുന്നത്. അപ്പൊ അതൊന്ന് ഓർക്കാം. ഇനിയിപ്പോ നിങ്ങൾ 2 എണ്ണം എടുക്കുമ്പോൾ ഈ പ്രൈസിന്റെ കാര്യം ഓർത്തില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പറയും. അതുപോലെ തന്നെ 3 എണ്ണം എടുക്കുകയാണെങ്കിൽ 1197 ആണ് വരേണ്ടത്. അത് നിങ്ങൾക്ക് 110ക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു എല്ലാത്തിലും നമ്മൾ 50, 100 വീതം കുറച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് അഡ്ജസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഇത് ഫസ്റ്റ് കളർ റെഡ്. ഇനി ഒന്നും ഞാൻ നിവർത്തി കാണിക്കുന്നില്ല, എല്ലാ ഫീച്ചറും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് പുറകുവശമൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം വലിപ്പത്തിന് ഇവിടെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇച്ചിരി വിരിവൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ വരുന്നൊരു ഐറ്റം. ഇനി കാണിക്കുന്നതെല്ലാം XL സൈസിന്റെ കളേഴ്സ് ആണ് കേട്ടോ. XL നമുക്ക് ഒരുപാട് കളേഴ്സ് ഇല്ല. XXL എന്നാൽ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ കളറുകളിൽ വ്യത്യാസം ഉള്ളത് പോലും ഉണ്ട്. കുറെ പേരൊക്കെ XXL ആണ് എടുക്കുന്നത്. XL അത് നമ്മൾ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇത് XL ആണ്. ഇതൊരു യെല്ലോ ഷെയ്ഡാണ്. കളർ ചെറിയൊരു വേരിയേഷൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന പോലെ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ചെറിയ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ തന്നെയാണോ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു നല്ല എന്താ പറയാ മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയണ പോലത്തെ ഒരു മഞ്ഞ കളറാണ് കേട്ടോ. ഇത് വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ്. ഇത് ഒരു പർപ്പിൾ പോലത്തെ ഒരു കളറാണ്. ഡാർക്ക് പർപ്പിൾ അല്ല, ഒരു ലൈറ്റ് ഷെയ്ഡ്, ഒരു പിങ്കിൽ നിന്ന് പർപ്പിളിലേക്ക് വരുന്ന പോലത്തെ ഒരു കളർ കേട്ടോ. നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് വേണം കളറ് ഓർഡർ എടുക്കാനായിട്ട്. നിങ്ങൾ ഇന്ന കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തരാൻ പറ്റില്ല. കാരണം എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ സ്ക്രീൻഷോട്ട് നിർബന്ധമായിട്ടും അയക്കണം. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് എക്സാക്റ്റ് അതിന്റെ തന്നെ സ്ക്രീൻഷോട്ട് അയക്കണം. ഇത് ഒരു കോഫി ഷെയ്ഡാണ് കേട്ടോ. ശരിക്കും ഒരു കാപ്പിപ്പൊടിയുടെ കളറിലുള്ള. അടുത്ത് വരുന്നത് ഒരു ബ്രൗൺ എന്ന് പറയാൻ പറ്റും. എക്സാക്റ്റ് ഡാർക്ക് ബ്രൗൺ അല്ല, ഒരുമാതിരി ബ്രൗൺ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എക്സാക്റ്റ് ഇതിന്റെയൊക്കെ കളർ എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. എങ്ങനെയാണ് ഇരിക്കണത് അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടോ എന്ന് വിചാരിക്കും. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലത്തെ ഒരുപാട് കളേഴ്സ് ഉള്ളതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഇടാം. അതുപോലെയൊക്കെ വെർണയിൽ ഇടാൻ പറ്റുന്നതാണ്. ഇതൊരു ആഷും ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. എക്സാക്റ്റ് ആഷും അല്ല, എന്നാൽ ബ്ലൂവും അല്ല, അങ്ങനെ ഒരു ആഷും ബ്ലൂവും കൂടി മിക്സ് ആയിട്ട് വരുന്ന കളറാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നിവർത്തി കാണിക്കാത്തത്. ബ്ലാക്ക് ഇത് റൂബിയുടെ ബ്രാൻഡാണ്. ചിലത് റൂബിയുടെ ബ്രാൻഡാണ്, ചിലത് നൈതിയുടെ ബ്രാൻഡാണ്, ചിലതിന്റെ ബ്രാൻഡിങ് ഒന്നും ഇല്ലാത്തതുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു 37, 38 എന്നൊക്കെ ലെങ്ത്തിന് ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നത്. പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല ബ്ലാക്ക് കളറാണ്. വൈറ്റ്, ഉജാല മുക്കിയ വൈറ്റ് അല്ല, ഉജാല മുക്കണതിന് മുമ്പുള്ള ടൈപ്പ് പോലത്തെ ഒരു വൈറ്റ്. ഇതൊരു ടീൽ ബ്ലൂ പോലത്തെ കളർ. റോയൽ ബ്ലൂ അല്ല, വേറെ ടൈപ്പ് ബ്ലൂ അല്ല, ഒരു ടീൽ ബ്ലൂ അല്ലെങ്കിൽ ഒരു രാമ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ബ്ലൂവിൽ വരുന്ന തന്നെയാണ്. അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഇട്ടാ എക്സാക്റ്റ് നമുക്ക് എങ്ങനെ നോക്കിയാലും സ്ക്രീനിൽ വേറൊരു കളർ കാണിക്കാൻ പറ്റില്ല. ചെറിയ വേരിയേഷൻസ് എന്തായാലും ഉണ്ടാവും. അങ്ങനെ കുഴപ്പമില്ല, ചെറിയൊരു വ്യത്യാസമൊന്നും കുഴപ്പമില്ല എന്നുള്ളവർ തന്നെ വേണം ഓർഡർ എടുക്കാൻ. നമുക്ക് ഇങ്ങനെ പാൻസിനൊക്കെ റിട്ടേൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സൈസ് അതൊന്നും പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒന്നുകിൽ വലിയൊരു സൈസ് എടുക്കാം, എന്നിട്ട് പിന്നെ ഇതിപ്പോ കോട്ടൺ ആയതുകൊണ്ട് ഇത് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഡൗട്ട് ഉള്ളവർ ചെറുതെടുക്കരുത്. ഇത്രയും കാണിച്ചതാണ് നമുക്ക് ഇതിന്റെ XL സൈസ് വരുന്നത്. ഇനി കാണിക്കുന്നത് XXLന്റെ കളേഴ്സ് ആണ് കേട്ടോ. അത് ഞാൻ ഒരെണ്ണം നിവർത്തി കാണിക്കാം. ഇത് കണ്ടോ, ഇതിൽ ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത്. ഇത് ബ്ലൂ അല്ല, ഇത് ഒരു വയലറ്റ് ആണ് കളറ്. ബ്ലൂ അല്ല കേട്ടോ, ഇത് വയലറ്റ് ആണ്. നിങ്ങൾക്ക് ഇതിലൊരു റോയൽ ബ്ലൂ പോലെയാണ് തോന്നുന്നത്. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി. ഇത് സാധാരണ ബ്ലൂ അല്ല, നിങ്ങൾക്കിത് കാണുമ്പോൾ ചിലപ്പോൾ റോയൽ ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇത് റോയൽ ബ്ലൂ അല്ല, വയലറ്റ് ആണ്. വയലറ്റ് അവിടെ, ഈ വയലറ്റും അല്ല,
ഇതിപ്പോ കണ്ടോ, ഇത് എക്സെല്ലിലെ വയലറ്റ് ആണ്. ഇത് ഇച്ചിരി നല്ല ഡാർക്ക് വയലറ്റ് ആണ്. ഇത് അതിനേക്കാൾ ഇച്ചിരി കൂടി ഒരു ലൈറ്റ് വേർഷൻ ആണ്. കളർ എനിക്ക് ഫോട്ടോ ഒന്ന് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ആ ഒരു വയലറ്റ് ആണ് വേണ്ടതെങ്കിൽ കേട്ടോ. ഇത് റോയൽ ബ്ലൂ ആന്ന് വിചാരിച്ചാൽ ആരും എടുക്കരുത്, ഇത് റോയൽ ബ്ലൂ അല്ല. അതിന് ഇതിന്റെ സൈസ് വരുന്നത് വേസ്റ്റിന്റെ അവിടെ നമുക്കൊരു 33 മുതൽ 38 വരെ വേസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇച്ചിരി നമ്മുടെ എക്സലിനെ അപേക്ഷിച്ച് ഇച്ചിരി കൂടി വലുതാണ്. പുറകിൽ ഇതേമാതിരി തന്നെ ഇലാസ്റ്റിക് ആണ്, ഫ്രണ്ടിൽ ബാൻഡ് ആണ്, ഇതുപോലെ വള്ളിയുണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ പക്കാണ് കേട്ടോ, ഓവർലോക്ക് ഒക്കെ ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. ലെങ്ത് രണ്ടിനും സെയിം ആണ്, 37 to 38. ചിലർക്ക് ലെങ്ത് കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, ഡബിൾ എക്സലൊക്കെ ആകുമ്പോൾ, പക്ഷെ അങ്ങനെ കിട്ടില്ല. ഇവിടെ ഇച്ചിരി വീതി വ്യത്യാസം ഉണ്ടാവും. എക്സലിനാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇത്രയൊക്കെ ഒരു വീതി വരുള്ളായിരിക്കും, ഡബിൾ എക്സലിനാകുമ്പോൾ ഇച്ചിരി കൂടി വീതി ഉണ്ടാവും. ഇന്നെല്ലാം നിങ്ങൾക്ക് ഇതെടുത്തിട്ട് വേണ്ട ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. വണ്ണൊക്കെ അവിടെ ഒന്ന് പിടിക്കാവുന്നുള്ള നോർമൽ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇനി കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സലിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഇതിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഇതൊരു ബ്ലൂ ആണ്, ഓൾമോസ്റ്റ് ഓക്കെയാണ്, എന്നാലും ഇച്ചിരി കൂടി ഒരു ഡാർക്ക് ഉണ്ടാവും, ബ്ലൂ ഷെയ്ഡ്. ഇത് വരുന്നത് ഒരു ഈ ബ്ലൂവും തമ്മിൽ വേണ്ട, ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ്. എങ്ങനെ പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അത് എങ്ങനെ വരുന്ന ഒരു കളർ കണ്ട, അങ്ങനത്തെ ഒരു ബ്ലൂ, എന്നിട്ട് ബേബി പിങ്ക്. ഇതിൽ കാണുന്നതിനേക്കാൾ ഇച്ചിരി കൂടി ഡാർക്കാണ് കേട്ടോ. എത്ര ലൈറ്റ് ആണെന്ന് പ്രതീക്ഷിക്കരുത്, ഇച്ചിരി കൂടി ഡാർക്കാണ് കളറ്. ക്യാമറ എപ്പോഴും കൂടി ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് കാണിക്കുന്നതാണ് എല്ലാ കളേഴ്സും. എൻ്റെ മുഖം ഇതിനേക്കാൾ ഇത്ര കളർ ഉണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ ഇച്ചിരി കൂടി ബ്രൈറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പൊ ആ ഒരു ഇതിൽ പ്രതീക്ഷിക്കണം, ഇച്ചിരി കൂടി ഡാർക്ക് ആണെന്ന് പ്രതീക്ഷിക്കണം കേട്ടോ. ഇത് വരുന്നത് ക്രീമാണ് കേട്ടോ, ചന്ദന കളർ. ഡാർക്ക് അല്ല, നോർമൽ ക്രീം കളർ, വൈറ്റിൽ നിന്ന് മാറിയിട്ട് വരുന്ന ഒരു ക്രീം കളർ ഇല്ലേ, ഒരു ക്രീം. ഇനി വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ, നല്ല ഡാർക്ക് ഗ്രീൻ, നല്ല കരിഞ്ഞ പച്ച. ഇതൊരു തരം പച്ച, അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് എന്ത് പച്ചയുടെ ഇതിൽ വരുന്ന ഒരു വേർഷനാണ്, എക്സാക്ട് ഇതിനൊരു കളർ പറയാൻ പറ്റില്ല. നമ്മൾ ഈ പാൻസിലൊക്കെയാണ്, ബോയ്സിന്റെ പാൻസിലൊക്കെയാണ് ഇങ്ങനത്തെ കളേഴ്സ് ഇത്ര ചെറിയ ചെറിയ വേരിയേഷൻസിൽ ഇങ്ങനെ വരുന്ന കണ്ടിട്ടുള്ളൂ. ഗ്രീനിൽ വരുന്ന ഒരു വേർഷനാണ് കേട്ടോ അത്. നല്ലൊരു കളറാണ്, ലൈറ്റ്. ഇതും വരുന്നത് ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് കണ്ടാ. ഇത് ഇച്ചിരി കൂടിയും ഒരു പാരറ്റ് ഗ്രീനിലേക്ക് കേറിയിട്ടുണ്ട്. എന്നാൽ പാരറ്റ് ഗ്രീനിന്റെ അത്ര ഡാർക്കും അല്ല, അതിൽ ലൈറ്റ്. ഇത് അതിനെ വിട്ട് വേറൊരു ഗ്രീൻ ഉണ്ടോ, രണ്ട് ഗ്രീനിനും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ, അല്ലെങ്കിൽ ഒരു ചാണകപ്പച്ച, ആ ഒരു ലെവലിലൊക്കെ വരുന്ന കളർ ഇട്ട. എക്സാക്ട് കളർ ഞാൻ പറഞ്ഞാൽ പിന്നെ അത് അല്ലേ എന്ന് പറഞ്ഞു എന്ന് പറയും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് എന്ന് പറയണേ. ഇത് ഒരുമാതിരി ലെമൺ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇട്ടാ, ആ ഒരു കളർ. ഇനി വരുന്നത് അത്ര ഡാർക്ക് അല്ലാത്ത ടൈപ്പ് ഒരു പച്ച. ഇതിന്റെ തന്നെ ഒറിജിനൽ ഇച്ചിരി കൂടി ഡാർക്ക് ആയിട്ടുള്ള പച്ച വരുന്നുണ്ട്. നേരത്തെ കാണിച്ച ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള കരിഞ്ഞ പച്ച അല്ല, ഇത്തിരി കൂടി തെളിഞ്ഞ പച്ച, അതിനേക്കാൾ ഇച്ചിരി കൂടി ഡാർക്ക് ആയിട്ടുള്ള പച്ച. ഇതില് ഈ പച്ച ഫുള്ളി ഇലാസ്റ്റിക് ആണ്. ഈ ഒരു പച്ചയുടെ പാൻറ്റിന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇച്ചിരി വീതിയിൽ പട്ട വെച്ചിട്ട് അതിന്റെ നടുക്കൊരു സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ടൈപ്പ്. രണ്ട് സൈഡില് ഒരു സൈഡിൽ അല്ല, രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. അപ്പൊ പട്ടയ്ക്ക് മാത്രം വ്യത്യാസമുള്ളൂ, മറ്റേതിന് ഒരു സൈഡ് ബാൻഡും ഒരു സൈഡിൽ ഇലാസ്റ്റിക്കും ആണ്. ഇത് ഇച്ചിരി വീതി കൂടിയ ടൈപ്പാണ് കണ്ട. ഈ ഒരു പച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ. പക്ഷെ മെറ്റീരിയൽ ഒന്നും വ്യത്യാസമില്ല, ആ കോട്ടൺ തന്നെയാണ് വരുന്നത്. ബാക്കിയുള്ള ഫീച്ചർ സെയിം ആണ് കേട്ടോ. ഇതിന്റെ തന്നെ സെയിം പച്ച നമുക്ക് ഈ ബാൻഡ് ഉള്ള ടൈപ്പിൽ നമ്മൾ നേരത്തെ കാണിച്ച അതേ മോഡലിലുണ്ട്. ഫ്രണ്ടിൽ ബാൻഡ് സെയിം കളറാണ് രണ്ടും. ചെറിയ
ഇത് ഫുൾ ഇലാസ്റ്റിക് ആണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ, ചിലർക്ക് ഇലാസ്റ്റിക് ഇടുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വരുന്നത് ആഷ് കളറാണ് കേട്ടോ, ഒറിജിനൽ ഡാർക്ക് ആഷ് കളർ. ഇതൊരു ഓറഞ്ച് ഷെയ്ഡ്, നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് കേട്ടോ. ഒരു ക്യാരറ്റിന്റെ ഒക്കെ ഒരു കളർ അല്ല, അതിനേക്കാൾ ഇച്ചിരി കൂടി ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡ്. അടുത്തത് വരുന്നത് ഇതുപോലത്തെ ഒരു കാക്കി കളർ എന്ന് പറയല്ലേ, കാക്കിനേക്കാൾ ഇച്ചിരി കൂടി ഡാർക്കാണ് കേട്ടോ. കാക്കിനേക്കാൾ ഇച്ചിരി കൂടി ഒരു ഡാർക്ക് വേർഷനാണ്. അടുത്തത് വരുന്നത് കോഫിയാണ്. കോഫിയിൽ തന്നെ 2 കളർ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി കൂടി നല്ല തെളിഞ്ഞ കോഫി ഷെയ്ഡ്, ഇത് ചെറുതായിട്ട് നമ്മൾ ശരിക്കും ഒരു കാപ്പിപ്പൊടിയുടെ പോലത്തെ കളർ. കാപ്പിപ്പൊടിയിൽ തന്നെ ചില ബ്രാൻഡുകൾക്ക് നമുക്ക് ഈ കളർ ചേഞ്ച് വരില്ല, അതുപോലെ തന്നെയാണ് ഇതും. കോഫിയാണ് കളറ്, വൈനല്ല കേട്ടോ, ഇത് കോഫി തന്നെയാണ്. ഇതും കോഫിയാണ്, ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി. ഈ 2 കോഫിയിൽ ഏത് കളറാ വേണ്ടതെന്ന് ഇങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് അയക്കുക, അല്ല ഇതാണെങ്കിൽ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് അയക്കുക. ഓക്കെ, രണ്ടും ചെറിയ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ്. ഇനി വരുന്നത് മെറൂൺ ആണ്. ഇത് കണ്ടാൽ റെഡ് ആയിട്ട് തോന്നും, പക്ഷെ ഇത് മെറൂൺ കളറാണ്. ഇച്ചിരി നോർമൽ മെറൂൺ, ഇത് ഇച്ചിരി കൂടി ഡാർക്ക് മെറൂൺ. റെഡ് അല്ല കേട്ടോ, മെറൂൺ തന്നെയാണ്, പക്ഷെ ഇത്തിരി തെളിഞ്ഞ മെറൂൺ ആണ്. ഇത് ഇച്ചിരി കൂടി കരിഞ്ഞ മെറൂൺ ആണ്. അപ്പൊ അതിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. അതും നിങ്ങൾ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അയക്കുക. നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇത്തിരി തെളിഞ്ഞതാണ്, ഇതിൽ കാണുന്നതിനേക്കാൾ ഇച്ചിരി കൂടി ഡാർക്കാണ് കേട്ടോ. സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടിയും ഡാർക്കാണ്. ഇതും അങ്ങനെ തന്നെയാണ്, ഇച്ചിരി കൂടി ഡാർക്കാണ്, നല്ല കരിഞ്ഞ പോലത്തെ ഒരു കളറാണ്. അപ്പൊ നിങ്ങളുടെ ക്യാമറയിൽ എങ്ങനെ കാണാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇതും വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ നമ്മൾ എക്സലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ വരുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ. അതെങ്ങനെ വരും കളർ എക്സാക്ട്, ഇത് എന്ത് കളറാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ബ്രൗൺ പോലത്തെ ഒരു കളർ. ഇത് പീച്ച്, പീച്ച് കളർ കേട്ടോ. ഇതൊരു പിങ്ക് കളറാണ്, ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ ഇച്ചിരി ഡാർക്കാണ് കേട്ടോ. ഇപ്പൊ ഇതിൽ കാണുന്ന പോലത്തെ കളറല്ല, ഓൾമോസ്റ്റ് ഒരു പിങ്ക് കളർ. ഇനി വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ്. ഈ പർപ്പിൾ ഷെയ്ഡിൽ തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതും പർപ്പിളാണ്, ഇതും പർപ്പിളാണ്. ഇത് ഇച്ചിരി കൂടി ഡാർക്കാണ്, ഒരു വൈനിലേക്ക് കയറുന്ന ടൈപ്പാണ് ഇത്. ഇത് നോർമൽ പർപ്പിളാണ്. രണ്ടും ചെറിയൊരു ഡിഫറൻസ്, ഒരു കളർ, ഒരു പൊടിക്ക് ഡാർക്കാണ് ഇത്, അത്രേ ഉള്ളൂ. രണ്ടും XXL ആണ് കേട്ടോ. ഇത് വരുന്നതും ഒരു പിങ്കിന്റെ വേർഷനിൽ വരുന്ന ഒരു കളറാണ്. ഇച്ചിരി കൂടി ഒരു മോവ് ഷെയ്ഡിലേക്കൊക്കെ കയറിയിട്ട് മിക്സ് ആയിട്ട് വരുന്നതാണ്. പിങ്കും മോവും ഒക്കെ കൂടി മിക്സ് ആയിട്ട് വരുന്ന പോലത്തെ ഒരു കളറാണ്. എക്സാക്ട് മോവ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, എന്നാലും അങ്ങനെ വരുന്ന ഒരു കളറാണ് കേട്ടോ. ഇത് നേരത്തെ കാണിച്ചൊരു യെല്ലോ ഇല്ലേ, നല്ല മഞ്ഞ, ആ ഒരു മഞ്ഞ കളറാണ് കേട്ടോ. സാൻഡൽ കളർ അല്ല, നല്ല ഉദിച്ച പോലത്തെ ഒരു നല്ലൊരു മഞ്ഞ കളറാണ് കേട്ടോ അത്. ഇനി വേറെ എന്തെങ്കിലും കളർ പറയുമെന്ന് ചോദിച്ചപ്പോ യെല്ലോന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ പലതരം യെല്ലോ കാണിക്കുക, അതൊക്കെ യെല്ലോയുടെ വേർഷനിൽ വരുന്നത്. എക്സാക്ട് അങ്ങനെ എങ്ങനെ കാണുന്ന ഒരു യെല്ലോ ഉണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. പ്യുവർ ബ്ലാക്ക്, വൈറ്റ്, പ്യുവർ വൈറ്റ്, ഇത്രയും കളേഴ്സ് ആണ് നമുക്ക് XXL അവൈലബിൾ ആയിട്ടുള്ളത്. XXL കുറച്ച് കൂടുതൽ കളേഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ വരുന്ന പോലത്തെ കളേഴ്സ് വരെ ഉണ്ട്. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ മേടിക്കാം. പിന്നെ ഇപ്പൊ പ്രൈസിന്റെ ഇത് നിങ്ങൾ കൂടുതൽ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓഫർ പ്രൈസ് കിട്ടും. ഇപ്പൊ 3 എണ്ണൊക്കെ മേടിക്കുമ്പോൾ ഒരു 100 രൂപയൊക്കെ നിങ്ങൾക്ക് സാധാരണ നോർമലിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഓഫറിൽ കിട്ടും. അപ്പോൾ അതങ്ങനെ മേടിക്കാൻ പറ്റും, അങ്ങനെ മേടിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കളക്ഷൻസേ ഉള്ളൂ. നമ്മൾ ഇനിയത്തെ വീഡിയോസും എത്രയും പെട്ടെന്ന് തന്നെ ഇടാൻ ശ്രമിക്കാം.
ഓക്കെ ടാറ്റാ.